ഹലോ ഗൈസ്, ഇന്ന് കോളേജിൽ എക്സ്റ്റേണൽ വൈബാണ്, അതിന് പോവാണ്. കുറച്ച് എക്സിക്യൂട്ടീവ് ആയിക്കോട്ടെ വെച്ചിട്ട് ഈ ഷൂ ഇടാ വിചാരിച്ചു. പുറത്താണെങ്കിൽ അലാക്കിന്റെ വെയിൽ, അതും കൊണ്ട് ക്യൂട്ട്നെസ് അൻസിനെ നീ കാണും. ഷൂ ഒക്കെ ഇട്ടിട്ട് എന്റെ ചങ്ങാനെ കാത്തു നിൽക്കണം. ഞാൻ വരുന്നവരെ പ്രൊജക്ടിന്റെ പേജ് ഒക്കെ ഒന്ന് മറച്ചു നോക്കി. അരമണിക്കൂർ ശേഷം എന്റെ ചങ്ങായിട്ട് വന്നേ. എനിക്ക് സെക്കൻഡ് ചേർത്തോട് ചെക്കന് ലിഫ്റ്റും കൊടുത്തു. അങ്ങനെ എന്റെ കോളേജ് കണ്ട് എത്തി. പോയ പാടഞ്ഞ ഗേറ്റ് ആണ് തുറന്നത്. സെക്യൂരിറ്റി ഈ കാണുന്ന മണ്ട ബിൽഡിംഗ് ആണ് ഇന്റെ കോളേജ്. ഹോൾ ടിക്കറ്റ് കിട്ടാത്തതുകൊണ്ട് അത് വാങ്ങാൻ പോവാണ്. ഞാൻ പള്ളക്ക് എന്തെങ്കിലും കൊടുത്താലാണ് ഇന്റെ ഹോൾ ടിക്കറ്റ് ഇട്ടുള്ളൂ. കുറച്ചേരം വരെ പിന്നാലൊക്കെ നടത്തിക്കും. ഞാൻ നടന്നു. എന്റെ ആവശ്യമായി പോയില്ലേ, എന്തിലൊന്നും ഒപ്പിട്ടിട്ട് ഹോൾ ടിക്കറ്റ് കൊടുത്തിട്ട് ഞാൻ പോകുന്നു. ടിക്കറ്റിലും അത് ഇളിച്ച് നിൽക്കുന്ന അൻസി നേരെ ക്ലാസ് കണ്ട് പോയി. ഒപ്പോട്ടിരുന്ന് പഠിക്കണ പോലെയാണ് ചായ ഇരിക്കുന്നത്. ഒരാളുടെ വൈവണ്ട് കഴിഞ്ഞു തൊളാരങ്ങനെ കുത്തി കുത്തി ചോദിക്കണം. ഞാനാണ് അതിന്റെ പഠിത്താണ് ഈ കാണുന്നത്. ആകെ ഒബ്ജക്റ്റീവ്സ് പഠിച്ചിരിക്കണം, അതും മറന്നു. വൈബക്ക് ഇന്റെ ടീച്ചറുണ്ട്, അപ്പുറത്തെ ഒരു വേറെ ടീച്ചറുണ്ട്. ചെന്നപ്പിന്റെ ടീച്ചർ ചിരിക്കണോലില്ല. കുറച്ച് കൊച്ചു വർത്താനൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവിടെ ഇറങ്ങി. ഇവക്ക് പോകുമ്പോ പിടിക്കാൻ ഫോൺ കൊടുത്തതാ. കുറച്ച് ക്യൂട്ട്നെസ് കണ്ട് വാരി എറിഞ്ഞിക്കണ്. ആ ഫ്രംക്കൊന്ന് പോയപ്പോ ശോഭ ടീച്ചർ ഒരേ എഴുത്ത് എന്താ വെച്ചപ്പോ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാത്രേ. ഈ കാണുന്ന പെണ്ണാണ് എന്റെ കോളേജത്തെ ആങ്കർ. വെറുതെ ഒന്ന് മോട്ടറാക്കി വിട്ടതാ. ഫസ്റ്റ് ഇയർ പെണ്ണാണ് ഡ്രാഗ് ചെയ്യണ അവളെ. വെള്ളം കൊണ്ടൊരു പാട്ടാണ് പഠിപ്പിച്ചു. പാട്ടാണ്ട് കേട്ടു നോക്കി. പാട്ടുപാടിനെ കൊണ്ടിച്ചല്ലേ ഈസിക്ക് കൊണ്ട് എന്തൊക്കെ ഫോം ഒക്കെ ബില്ലാക്കണം. അത് മാത്രമല്ല എല്ലാ ഡിപ്പാർട്ട്മെന്റ് ഒപ്പമാണ്. ഭാഗ്യത്തിന്റെ സ്റ്റോർത്ത് മാത്രം ഒപ്പില്ല. ഈ കാലം മാത്രമാണ് എന്റെ സ്റ്റോർത്ത് ചേച്ചി ഒരു പാവാണ്. അടായിട്ട് ഓരോക്കെ തരുക്കേ എടുത്തന്നെ ഒപ്പ് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളോടത്തോളം സ്റ്റെപ്പ് ഉണ്ടാക്കി വെച്ചിരിക്കണം. കോളേജ് ലിഫ്റ്റ് വെച്ചാൽ മതി. ഇതൊക്കെ നടന്നത് പ്രാന്ത് നിൽക്കണേ. ഇവർ രണ്ടാളും ഇത് മത്സരമായിട്ട് കണക്കൂട്ടിക്കാണ്. ചെന്നപ്പോ ഷെബി ഫുട്ബോൾ കളിക്കണ്ടേ കൂടി അവന്റെ അമ്മ കണ്ടിട്ട് സെറ്റ് ആയിക്കണമെന്നൊക്കെ ചോദിച്ചു. ഷെബീബ് സെറ്റ് ആയിട്ടില്ല എന്ന് പറയാൻ പറഞ്ഞു. ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് ഒപ്പിടാൻ പോയപ്പോ നിശ ടീച്ചർ ഒരേ ഇരുത്ത ആൾട്ടിട്ടില്ല കൊണ്ട് ചാടാൻ പോകാനിട്ട് കാലിന്റെ മേലെ കാലും വെച്ചിട്ട് ഫോൺ പിടിച്ച് ഒറ്റ ഇരുത്ത. ടീച്ചറിന്റെ ഒരു വൈബേ അതും കേട്ട് ഞങ്ങളുടെ ഇറങ്ങി. എന്നെ പെരയിലാക്കിയിട്ട് ഓനും പോയി. അപ്പൊ ശരി എന്നാ.